students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject, banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about classification of banks, and in this lecture, we are going to continue with the same topic, that is classification of banks. So, നമ്മൾ ഇതുവരെ 10 banks ആണ് ഡിസ്കസ് ചെയ്തത്, and the 11th one is private sector banks. Banks which are owned, controlled and managed by private individuals or corporations. അതായത് private individuals അല്ലെങ്കിൽ private corporations ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക്സ് ആണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. 12th one is World Bank. The World Bank was established in 1944 and started its operations in June 1946. 1944ലാണ് വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആൻഡ് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 1946ലാണ്. ഒഫീഷ്യൽ നെയിം ഇസ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD. വേൾഡ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ നെയിം ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. വേൾഡ് ബാങ്ക് ഇസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ which provides financial assistance to its member countries of the world. അതായത് വേൾഡ് ബാങ്കിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള മെമ്പർ കൺട്രീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് ബാങ്ക്. 13th one is New Generation Banks. They are modern banking institutions generally specialized in specific areas of operations like housing loans, industrial credit, etc. ന്യൂ ജനറേഷൻ ബാങ്ക്സ് മോഡേൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആൻഡ് ഈ മോഡേൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് ഈ സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസിനുള്ള എക്സാമ്പിൾസ് ആണ് ഹൗസിംഗ് ലോൺസ്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഒക്കെ. ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ് നോൺ ബാങ്കിങ് സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, NBFOs. അതായത് ന്യൂ ജനറേഷൻ ബാങ്ക്സിൻ്റെ മറ്റൊരു പേരാണ് നോൺ ബാങ്കിങ് സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്. Though they cannot be grouped as banks, the names of some of them include the term bank. അതായത് ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിനെ നമുക്ക് ബാങ്ക്സ് എന്ന് ഗ്രൂപ്പ് ചെയ്യുവാൻ കഴിയില്ല എങ്കിലും ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിൽ ചിലതിൻ്റെയൊക്കെ പേരുകളിൽ ഈ ബാങ്ക് എന്ന ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ബിക്കോസ് ടിൽ റീസെൻ്റ്ലി ദേ ജനറലി ഡിഡ് നോട്ട് മൊബിലൈസ് സേവിങ്സ് ഫ്രം ദ അൾട്ടിമേറ്റ് സർപ്ലസ് പെൻഡിങ് യൂണിറ്റ്സ്. അതായത് ന്യൂ ജനറേഷൻ ബാങ്ക്സിനെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുവാനായിട്ട് പറ്റില്ല, ബിക്കോസ് ന്യൂ ജനറേഷൻ ബാങ്ക്സ് ഇൻകത്തിൽ നിന്നുള്ള സർപ്ലസ് എമൗണ്ട് അൾട്ടിമേറ്റ്ലി സ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റ്സിൽ നിന്നും, അതായത് അൾട്ടിമേറ്റ് സർപ്ലസ് പെൻഡിങ് യൂണിറ്റ്സിൽ നിന്നും സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നില്ല. ന്യൂ ജനറേഷൻ ബാങ്ക്സ് ഒബ്റ്റെയിൻഡ് ദെയർ റിസോഴ്സസ് പ്രൈമർലി ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ RBI. അതായത് ഗവൺമെൻറ്റിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ന്യൂ ജനറേഷൻ ബാങ്ക്സ് അവരുടെ റിസോഴ്സസ് ഒബ്റ്റെയിൻ ചെയ്തത്. നൗ സം ഓഫ് ദം ഹാവ് ബിഗൺ മൊബിലൈസിങ് പബ്ലിക് സേവിങ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ആൻഡ് നൗ ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിൽ ചിലതൊക്കെ പബ്ലിക് സേവിങ്സ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മൊബിലൈസ് ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ്ലി ബീൻ സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ്. ന്യൂ ജനറേഷൻ ബാങ്ക്സ് കൂടുതലും ഗവൺമെൻറ് ആണ് സെറ്റപ്പ് ചെയ്തത്. സം പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഓണർഷിപ്പ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് സം ഓഫ് ദം ഓൾസോ എക്സിസ്റ്റ്. അതായത് ഈ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ഓണർഷിപ്പിലും അതിൻ്റെ ഫംഗ്ഷനിങ്ങിലുമൊക്കെ ചില പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെയും പ്രൈവറ്റ് കോർപ്പറേഷൻസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സിൻ്റെ ഓണർഷിപ്പിലും ഫംഗ്ഷനിങ്ങിലും ഉണ്ട്. Usually, new generation banks are special or specialized institutions, but some of them may have a much general functional coverage. അതായത് യൂഷ്വലി ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സ് സ്പെഷ്യൽ ഓർ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഒരു സ്പെഷ്യൽ ഏരിയയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ബട്ട് അതിൽ ചിലതൊക്കെ ജനറൽ ഫങ്ഷണൽ കവറേജ് ഉള്ളതാണ്, അതായത് ജനറൽ ഫങ്ഷൻസും ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. സോ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിൽ വരുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്. താങ്ക് യു.